2026 അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൾ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്. ഹൃദയ, തന്റെ പ്രണയിനിയായ മധുമിതയോട് പോലും പറയാതെ ഒളിച്ചുവെച്ച കഥാനായകനായ ഹൃദയനാഥന്റെ ദുരൂഹമായ സ്വപ്നങ്ങളുടെ പുനർവ്യാഖ്യാനമാണ് നാടകത്തിന്റെ ഇതിവൃത്തം. എന്താണ് ഹൃദയൻ, എന്താ നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്? എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്. ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയൊന്ന് കണ്ടാലോ? അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ? എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ? ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ? മധുവിനെ വിട്ടേക്ക്. വകുപ്പ് തല പരിശീലനത്തിന് ഡൽഹിയിൽ എത്തിയ ഹൃദയനാഥൻ എന്ന ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥന് കോഴ്സ് ഡയറക്ടറായ അനന്തരാമനോടുള്ള സൗഹൃദം അയാളെ കൊണ്ടുചെന്നെത്തിച്ചത് താൻ പലപ്പോഴായി കണ്ട അർത്ഥമറിയാത്ത കുറേയേറെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ്. ഹൃദയൻ, കമിൻ. അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ? ഇല്ല. വാ വാ, കടന്നു വാ, ഇരിക്കേ. സാറിവിടെ ഒറ്റയ്ക്കാണോ? ഫാമിലി ഒന്നും ഇല്ലടോ, ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് വറുത്ത് കൊട്ടിയിട്ട് വരാം. ഓ. അനന്തരാമന്റെ നഷ്ടജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ഇനിയും ഇഴപൊട്ടാത്ത തീവ്രമായ ആത്മബന്ധങ്ങളുടെയും ഭ്രമാത്മകമായ സത്യസാക്ഷ്യങ്ങളാണ് അനന്തനോടൊപ്പം നാട്ടിലെത്തിയ ഹൃദയനാഥന് നേരിട്ട് കാണാനും അനുഭവിക്കാനും ഇടവരുന്നത്. ഹൃദയ, നല്ല തിരക്കാണല്ലോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് അങ്ങ് വിട്ടേക്കാം. സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്? ഒരു 10-30 കൊല്ലമൊക്കെ ആയി കാണും. അതിനിടെ ഒരിക്കൽ പോലും തിരികെ ഇല്ല. ശ്രീ പാലക്കാട് വടക്കേ മഠത്തിൽ അനന്തൻ താനേ നീ? ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം? என்னடா இது, என்ன கோலம் இது? ரொம்ப நாளாயிடுச்சு இங்க இருந்து போயிட்டு இல்லையா? எங்களையில எங்க விட்டுட்டு പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ വിടരുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. யாருன்னு கேக்கு சொன்னதம்மா. உன் பேர் என்ன கண்ணா? ഞാൻ വെങ്കിട്ട് സുബ്രഹ്മണ്യം. அம்மா என்ன எடுத்துட்டாங்களே? ஐயோ, யாரு? வெங்கி, கொஞ்சம் கீழே இறங்கடா. புஷ்பா, என்ன தெரியல உனக்கு? நான் அனந்தராமனாக்கும் உன் பெரியப்பா. ஆண்டவா, கடவுளே, பெரியப்பாவா? ஐயோ, வாங்க வாங்க, உள்ள வாங்க. எவ்வளவு வருஷமாயி உங்களை பார்த்து. கடவுளே, காஃபி போட்டு தோ வந்துட்டேன். ശ്രീശ പുത്രായ നമോസ്തുതേ.
ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യങ്ങളായ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി C എന്നിവർക്കൊപ്പം കാഞ്ഞൂർ മത്തായി, V ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ, ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പിയൂസ്, വിനിത മനമൽ, EN സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, കൂടാതെ ബാലതാരം ഇവാൻ മിഖായേൽ ഷിബു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. അനന്തു തലൈവാ. ഓ ശ്രീനിവാസരാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനേ. യു ഗ്രേറ്റ് വിക്ടോറിയൻ. எத்தனை காலம் ஆச்சுடா. நீ எங்க இப்போ? என்ன வேலை பண்ற? ஒரு கம்யூனிகேஷன் இல்லாம. നിർവഹണ സഹായവും ശബ്ദ സന്നിവേശവും ഷിബു M ജോസ് മച്ചാട്. നിർവഹണം ജയാസിയ. വന്നിട്ടിയാടാ, അനന്തൻ വന്നിട്ടിയാടാ. ഇല്ല, വന്നിട്ടില്ല അമ്മ. സാർ വീട്ടിൽ കിടക്കാണ്. ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും. ഇവിടെ ആരുമില്ലേ? യാരിത്? ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്. കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ. വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ? അതെ. അമ്മാവെ പാക്കണമാ. അവൾ കഷ്ടപ്പെട്ട് இருக்காங்கோ. இப்போ உடம்பெல்லாம் கீழ்பட்டது. பேசுறதுக்கு ரொம்ப கஷ்டம் அண்ணா. உள்ள வாங்க. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. யாரு நீ? எப்படி உள்ளே வந்தே? അത് ധനലക്ഷ്മി. ഇവിടെ ഇങ്ങിരുന്ന ചെറുപ്പംകുട്ടി, ചെറുപ്പക്കാരി ഇപ്പോഴുണ്ടായിരുന്നു. யாரு? ஆனந்தம் வந்துட்டியா? யாராவது சொல்லடா. ஓ, எப்பவுமே இதே பேச்சு. மாமி, இங்க யாரும் வரலே. ஒரு ஆளு வந்துருச்சு. ஆனா அது அனந்தப்பனல்லே. ஆமா ஆமா, சரிடா. ஆண்டவா முருகா. நான் பாலசுப்ரமணியம். இங்க எல்லாம் சுப்பு என்று கூப்பிடுவாரு. மாமியோட ரிலேட்டிவ் நேபரும் நான் தான். இனி சொல்லு, யார் நீ? உன் பேர் என்ன? ஊரெங்க? எப்படா நீ உள்ள வந்தே? அனந்தா, கண்ணா, ഒന്ന് சொல்லட்டுமா? சொல்லு பாட்டி. മുൻപ് சொன்னது தானே. ആനാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും இந்த விஷயத்திலே நிஜமான சம்மதம் தானே? சொல்லடா கண்ணா. என்ன பாட்டி, இந்த மாதிரி பேச்செல்லாம் வேணாம். அப்படி ஒன்னும் சொல்லக்கூடாது. ஒன்னு மட்டும் தான் சொல்றது. லட்சுமி என் பொண்ணுதா. போதுமா? போடா, போதும். அது போதும். அது மட்டும் தான் போதுം. നവതിയുടെ നിറവിലെത്തിയ ആകാശവാണി ശ്രോതാക്കൾക്ക് സമ്മാനിക്കുന്ന നവ്യോപഹാരം. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.